നിലവിലുള്ള കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോളിസികൾ പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വേറെ അത് നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എസ്പെഷ്യലി IRDA കൊണ്ടുവന്നേക്കുന്ന ഒരു റൂളാണ്. നമുക്ക് ഈ പറയുന്ന ഒരു കമ്പനിയോട് താല്പര്യമില്ല, അല്ല അവരുടെ സർവീസ് താല്പര്യമില്ല, അല്ലെങ്കിൽ അവരുടെ പ്രീമിയം കൂടുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനേക്കാളും നല്ല പ്രൊഡക്റ്റ് വേറെ അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നോർമലി നമ്മൾ പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ വോഡോഫോണിൽ നിന്ന് BSNലോട്ട് പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ BSNൽ നിന്ന് എയർടെല്ലിലോട്ട് പോർട്ട് ചെയ്യുന്നത് ഇത് സെയിം സംഭവമാണ്. അപ്പോൾ നമ്മൾ പോർട്ടിംഗ് എന്ന് പറയുന്നത് പോർട്ട് ചെയ്യുന്ന എന്തിനാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പം നിലവിലുള്ള കമ്പനിയേക്കാളും നല്ല പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പോർട്ട് ചെയ്യുന്നത്. ബെനിഫിറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പോർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സർവീസ് മോശമാണ്, എനിക്ക് വേറെ സർവീസ് വേണമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പോർട്ട് ചെയ്യുമ്പോൾ പോർട്ട് ചെയ്യപ്പെടുന്ന കമ്പനി അല്ലെങ്കിൽ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി അവരുടെ പ്രോഡക്റ്റ് കാര്യങ്ങളെല്ലാം പഠിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്യാം. പോർട്ട് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഇതാ ഞാൻ പറഞ്ഞത്. നമുക്ക് സർവീസോ പ്രീമിയോ ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് വേറൊരു കമ്പനിയെ ആശ്രയിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മുടെ റിന്യൂവൽ ഡേറ്റ്, അത് റിന്യൂ ചെയ്യുന്ന ഡേറ്റിന് ഒരു 45 ദിവസത്തിനിടയ്ക്ക് നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്നിപ്പോൾ പോളിസി എടുത്തു, പോളിസി ലൈവായി, നാളെ പോയി റിന്യൂ ചെയ്യാൻ പറ്റില്ല. അടുത്ത റിന്യൂവലിന് ഒരു 45 ദിവസത്തിനുള്ളിലേ നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിന്യൂവൽ ഡേറ്റ് കഴിഞ്ഞാൽ പല കമ്പനികളും പോർട്ടിംഗ് എടുക്കത്തില്ല, അതായത് പോർട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോർട്ട് ചെയ്യുമ്പോൾ ചില കമ്പനി പറയും, ഓക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള പോളിസി 5 ലക്ഷം രൂപയുടെ ആയിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയിലോട്ട് വരുമ്പോൾ അത് 10 ലക്ഷം രൂപയിലോട്ട് മിനിമം പോർട്ട് ചെയ്യണം, മിനിമം 10 ലക്ഷം രൂപയുടെ കവറേജ് എടുക്കണം. അപ്പോൾ നമ്മളെല്ലാവരുടെ സാധാരണ ആൾക്കാരുടെ ചോദ്യമാണ്, അപ്പോൾ ഈ പറയുന്ന പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെടുമോ, ഞാൻ വെയിറ്റിംഗ് പീരീഡ് എടുക്കേണ്ടി വരുമോ എന്നൊക്കെയാണ്. പോർട്ടിങ്ങിൻ്റെ ക്ലോസ് തന്നെ എങ്ങനെയാണ്, യു ക്യാൻ പോർട്ട് യുവർ പോളിസി വിത്ത് ഓൾ എക്സിസ്റ്റിംഗ് ബെനിഫിറ്റ്സ്. എല്ലാ ബെനിഫിറ്റോടുകൂടെയാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മറ്റ് കമ്പനിയിലൊരു 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്, ഒരു 1.5 ലക്ഷം രൂപയുടെ ബോണസും ഉണ്ടാകുന്നിരിക്കുക. ആ ബോണസ് ഉൾപ്പെടെയാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ 5 ലക്ഷം രൂപ മാത്രമല്ല. അപ്പോൾ ബോണസ് എത്രയുണ്ടോ അതും കൂടെ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് പോർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്, നമ്മളത് പോർട്ട് ചെയ്ത് 10 ലക്ഷം രൂപയിലോട്ടാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ പറയേണ്ട, ഒരു 5 ലക്ഷം രൂപ പോളിസി നമ്മുടെ 7 ലക്ഷം രൂപയായിട്ടാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതായത് 2 ലക്ഷം രൂപ കൂടുതലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ പുതിയതായിട്ട് എടുത്തേക്കുന്ന 2 ലക്ഷം രൂപയ്ക്ക് എല്ലാ വെയിറ്റിംഗ് പീരീഡും ബാധകമാണ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തെടുക്കുന്ന പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 5 എന്നുള്ളത് 7ലോട്ടാണ് പോർട്ട് ചെയ്യുന്നത്, അഡീഷണൽ വരുന്ന 2 ലക്ഷം രൂപയ്ക്ക് എല്ലാ വെയിറ്റിംഗ് പീരീഡും ബാധകമാണ്. മറ്റ് 5 ലക്ഷം രൂപയ്ക്ക് ഒരു വെയിറ്റിംഗ് പീരീഡും ബാധകമല്ല, ഡേ 1 തൊട്ട് കവേർഡാണ്. അതുകൊണ്ട് പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ പറഞ്ഞ പോലെ റിന്യൂവൽ ഡേറ്റിന് ഒരു 45 ഡേയ്സിനുള്ളിൽ നമുക്ക് പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഫോർമാലിറ്റി ഉള്ളൂ. ഇപ്പോൾ പോർട്ടിങ്ങിന് വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമില്ല. പോർട്ടിങ് എല്ലാം ചെയ്യുന്നത് കമ്പനി ടു കമ്പനിയാണ്. അപ്പോൾ അവർ നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്താൽ, ഏജൻറ്റിന് അയച്ചു കൊടുത്താൽ അവർ ചെയ്തോളും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ IRDA കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല കമ്പനികൾ നോക്കി. നല്ലൊരു കാര്യമാണ് പോർട്ടിംഗ് എന്ന് പറയുന്നത്.